പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിടുവാനാണ്, അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എന്ന് വെളിപ്പെടുത്തിയ മിശിഹാനാഥ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സകല കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുമെന്ന് അരുളിച്ചെയ്തവനെ, ഈ ആത്മാഭിഷേകത്താൽ അവിടുത്തെ തിരുവചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളോടൊപ്പം ഈ സമയം ഉണ്ടായിരിക്കണമേ. അവിടുത്തെ സാന്നിധ്യ വലയത്തിൽ ഞങ്ങളെ ചേർത്ത് വയ്ക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ദൈവമേ വചനാഭിഷേകം കൊണ്ട് നിറച്ച് ആത്മാവിൽ പരിപൂരിതരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും ചെയ്തികളെയും ഞങ്ങളുടെ ശിരസ് മുതൽ ഉള്ളംകാല വരെയുള്ള ഞങ്ങളുടെ എല്ലാ അവയവങ്ങളെയും ഈശോനാഥ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിഗോളമായി ഇസ്രായേലിനോടൊപ്പം സഞ്ചരിച്ച സ്വർഗീയ പിതാവേ, അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളോടൊപ്പം വസിക്കണമേ. ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് ജ്ഞാനമുള്ളതാക്കി തീർക്കുകയും ചെയ്യണമേ. ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 2 തിരുവചനം 13 മുതൽ. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യേശുക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, രണ്ടാം വത്തിക്കാൻ സുനകദോസ് പുരോഹിതരെ കുറിച്ചുള്ള പ്രബോധനത്തിൽ സഭാപിതാക്കന്മാര്, സുനകദോസ് പിതാക്കന്മാര് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. പുരോഹിതരെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. അവരെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. സാങ്ക്ടിഫൈ ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവജനത്തെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് ആത്മപൂരിതരാക്കപ്പെട്ടവരാണ് പുരോഹിതർ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഒന്ന് ധ്യാനാത്മകമായി കടന്നുപോയാൽ ശ്രദ്ധേയമായ കാര്യം, ദൈവത്തെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹത്വമുള്ളവനാകുന്നു. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ, അവിടുത്തെ പാദപീഠത്തെങ്കിൽ പ്രണമിക്കുവിൻ, അവിടുന്ന് പരിശുദ്ധനാണ്. 99 സങ്കീർത്തനം 5 വചനമാണത്. കർത്താവിനെ വാഴ്ത്തുവിൻ, അവിടുത്തെ പാദപീഠത്തെങ്കിൽ പ്രണമിക്കുവിൻ, അവിടുന്ന് പരിശുദ്ധനാണ്. അവിടുത്തെ മഹത്വം ഭീതിജനകവുമായ നാമത്തെ നിരന്തരം സർവ്വജനങ്ങളും സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് പരിശുദ്ധനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6 അധ്യായത്തിൽ പ്രവാചകൻ കാണുന്ന ദൈവിക ദർശനം അതിശ്രേഷ്ഠമാണ്. പ്രവാചകൻ തൻ്റെ ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ചിരിക്കുമ്പോൾ ആ ദൈവം പ്രവാചകന് കൊടുക്കുന്ന ദർശനം സ്വർഗീയമാണ്. സ്വർഗീയ ദർശനത്തിൽ പ്രവാചകൻ യെശയ്യാ കാണുന്നത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ മഹത്തരമായ ആ രൂപഭാവങ്ങളാണ്. പ്രവാചകൻ അവിടെ കേൾക്കുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധൻ, 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 ദൈവമായ കർത്താവ് പരിശുദ്ധൻ,
മാലാഖമാര് ഉദ്ഘോഷിക്കുകയാണ്, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം, അവിടുത്തെ വിശുദ്ധി, അവിടുത്തെ തേജസ് നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് ദൈവത്തിൻ്റെ രൂപഭാവമാണ്. ദൈവം പരിശുദ്ധനായിരുന്നതുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന കാര്യം വിശുദ്ധിയിൽ മുന്നേറണം എന്നതാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ ഇത് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. തമ്പുരാൻ പുരോഹിത ഗോത്രത്തെ തന്നെ മോശയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തുന്നത് തമ്പുരാൻ്റെ വിശുദ്ധി വിളിച്ചു പറയുവാനും ആ വിശുദ്ധിയിലേക്ക് വിശ്വാസ സമൂഹത്തെ, ദൈവജനത്തെ ഒന്നൊന്നായി നയിക്കുവാനും വേണ്ടിയിട്ടാണ്. അത് വളരെ പ്രകടമാണ് ഈ ലേവ്യരുടെ പുസ്തകത്തിൽ. പ്രത്യേകിച്ച് 12 മുതലുള്ള അധ്യായത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മാതാപിതാക്കളുടെ വിശുദ്ധീകരണം, കുഷ്ഠരോഗം പിടിപെട്ടവരുടെ വിശുദ്ധീകരണം, അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽപ്പെട്ട വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ പെട്ടുപോയ വ്യക്തികളെയും വസ്തുക്കളെയും ഭവനങ്ങളെയും മൃഗങ്ങളെയും വിശുദ്ധീകരിച്ച് പവിത്രീകരിക്കണമെന്ന് ദൈവം ലേവി ഗോത്രത്തോട് പറയുകയാണ്, പുരോഹിതരോട് പറയുകയാണ്. ഈ ലേവ്യരുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന പൗരോഹിത്യ ദർശനം എന്ന് പറയുന്നത് അതിൽ ശ്രേഷ്ഠമായ ഒന്ന് ഈ പവിത്രീകരിക്കുന്ന കർമ്മമാണ്. പുരോഹിതരെ ദൈവം പ്രത്യേകം വിളിച്ച് അവരോട് ആവശ്യപ്പെടുന്നത് ലോകത്തിൽ സ്വർഗത്തിൻ്റെ വിശുദ്ധിയുടെ പരിമളം പരത്തുക എന്നുള്ളതാണ്. ഈ വിശുദ്ധമായ കാഴ്ചപ്പാട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കാണുവാൻ പറ്റും. അതിൻ്റെ ഒരു വലിയ വെളിപ്പെടുത്തലാണ് നാം വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ ദേവാലയ വിശുദ്ധീകരണം എന്ന ടൈറ്റിലിൽ പറയുന്ന കാര്യങ്ങൾ. കർത്താവ് ഇവിടെ നിത്യപുരോഹിതനായ മിശിഹ, മെൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരം എന്നും വാഴുന്ന ഈശോ, ആ ഈശോ ഈ ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നിട്ട് അവിടെ നടക്കുന്ന എല്ലാം, അശുദ്ധമായ എല്ലാം ആ ദേവാലയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ജനത്തോട് പറയുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഞാൻ പുരോഹിതൻ, എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ അത് ദേവാലയത്തെയും ദൈവജനത്തെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ കഴുകി വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഈ വിശുദ്ധീകരണ കർമ്മത്തിൻ്റെ അടുത്ത ഒരു ക്ലൈമാക്സ് നമുക്ക് കാണാൻ പറ്റുന്നത് സെഹിയോൻ ഊട്ടുശാലയിലാണ്. അവിടെ നിത്യപുരോഹിതനായ ഈശോ ഒരു ദാസന്റെ രൂപഭാവങ്ങളിലേക്ക് താണ് അവിടുന്ന് അരയിൽ കച്ചയും ചുറ്റി പാത്രത്തിൽ വെള്ളവുമെടുത്ത് തൻ്റെ അപ്പസ്തോലന്മാരുടെ പക്കലേക്ക് പോവുകയാണ്. അവിടേക്ക് കടന്നു ചെന്നിട്ട് നമ്മുടെ കർത്താവായ ഈശോ ഒന്നൊന്നായി അവരുടെ പാദങ്ങൾ കഴുകി, ആ പാദങ്ങൾ കഴുകി കർത്താവ് സ്പർശിച്ച പാദം പരിശുദ്ധമാണ്, കർത്താവ് തൊട്ട പാദം വിശുദ്ധമാണ്. വിശുദ്ധമാണെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി ആ പാദങ്ങൾ, ശിഷ്യന്മാരുടെ പാദങ്ങൾ ഈശോ കഴുകി ആ പാദങ്ങൾ ചുംബിക്കുകയാണ്. വാസ്തവത്തിൽ അവരെ ബഹുമാനിക്കുകയാണ്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് പൗരോഹിത്യ ശുശ്രൂഷയുടെ അനിവാര്യ ഘടകം വ്യക്തമാക്കുന്ന ഈശോയെയാണ്. അതെന്തെന്ന് ചോദിച്ചാൽ അത് കഴുകലിൻ്റെ ശുശ്രൂഷയാണ്. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടു, വിശുദ്ധീകരിക്കാൻ വിളിക്കപ്പെട്ടു. അതാണല്ലോ പൗരോഹിത്യ ജീവിതം. ആ ജീവിതത്തിൽ ഈശോ ഇപ്രകാരം കഴുകി അവരെ വിശുദ്ധീകരിക്കുന്നു. അതിൻ്റെ പൂർണ്ണത സെഹിയോൻ ശാലയിൽ ആരംഭിച്ച ഈ കഴുകൽ, സെഹിയോൻ ശാലയിൽ ഈശോ അപ്പസ്തോലന്മാരെ കഴുകിയത് പച്ചവെള്ളം കൊണ്ടാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണത നമുക്ക് ദർശിക്കാനാവുക വാസ്തവത്തിൽ ഗാഗുൽത്ത മലയിലാണ്. ഗാഗുൽത്ത മലയിലെത്തുന്ന ഈശോ അവസാനത്തുള്ളി രക്തവും വർഷിച്ചുകൊണ്ട് തൻ്റെ ജനത്തെ കഴുകുന്ന പുരോഹിതൻ, അതാണ് നമ്മൾ കാണാൻ പറ്റുക. അത് പ്രകടമാവുന്നത് കുരിശിൽ നിന്നും മുഴങ്ങുന്ന മറ്റൊരു സ്വരത്തിലും കൂടിയാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഈശോ അങ്ങനെ കറകളും കടങ്ങളും കഴുകി വെടിപ്പാക്കുന്ന
ഈശോയുടെ രൂപമാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക. വെടിപ്പിൻ്റെയും വിശുദ്ധിയുടെയും തനിമ വ്യക്തമാക്കുന്ന പിതാവിൻ്റെ മുഖമാണ് പഴയ നിയമത്തിൽ നാം പ്രകടമായി കാണുക. ആ പുത്രനും ആ പരിശുദ്ധി പരത്തുകയാണ്. അതിനുശേഷം പുത്രൻ പറയുന്ന ഇതാണല്ലോ, ഡു ഇറ്റ് ഇൻ മെമ്മറി ഓഫ് മീ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വൈദിക സുഹൃത്തുക്കളെ, ദൈവം നമ്മെ വിളിക്കുന്നത് ഈ വിശുദ്ധിയുടെ പരികർമ്മത്തിനാണ്. ഇത് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് വ്യത്യസ്തങ്ങളായ സഭകളുടെ ആരാധനാക്രമത്തിൽ നമുക്ക് ദൃശ്യമാവും. ആരാധനാക്രമത്തിൽ ഉടനീളം, പ്രത്യേകിച്ച് കുദാശകളുടെ പരികർമ്മത്തിൽ അതിലും ശ്രേഷ്ഠമായിട്ട് പരിശുദ്ധ കുർബാന അർപ്പണ സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുർബാനയുടെ ആദ്യന്ത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വരം, കവിഞ്ഞൊഴുകുന്ന ഒരു സ്വരം, ചെയ്ത് കൂട്ടുന്ന ഒരു പ്രവൃത്തി കഴുകലിൻ്റെതാണ്. ലത്തീൻ ക്രമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ ഈ കഴുകൽ ശുശ്രൂഷയാണ് നടക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് കുർബാന ആരംഭിച്ച് അല്പസമയം കഴിയുമ്പോഴേക്കും വൈദികൻ പറയുന്നത് എന്താ? കഴുകാം. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ചെയ്തു പോയ കുറ്റങ്ങൾ, കുറവുകളെ നമുക്ക് കഴുകി വെടിപ്പാക്കാം എന്ന് പറയുന്ന പുരോഹിതൻ അതിൻ്റെ ബാക്യമായ അർത്ഥത്തിൽ അത് പ്രകടമാക്കുകയാണ്. തുടർന്ന് വൈദികൻ വിശുദ്ധ ജലം അൾത്താരയിലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട്, തുടർന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീറോ മലബാർ റീത്തിലേക്ക് വന്നാൽ അനുരഞ്ജിതരായി തീർന്നിടാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ശുശ്രൂഷ കുർബാന. ആ കുർബാനയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പ്രാവശ്യം വൈദികൻ ജനങ്ങൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും കുശാപ്പ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതായത് രഹസ്യത്തിൽ, എല്ലാം ജനങ്ങൾ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. ജനങ്ങൾക്ക് കേൾക്കാൻ പാകത്തിനുള്ള പ്രാർത്ഥന എവിടെയുണ്ട്. കർത്താവ് കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണമേ, ജനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പുരോഹിത പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ കണ്ടന്റ് വ്യത്യസ്തങ്ങളായ കുർബാന പുസ്തകത്തിൽ വ്യത്യസ്തങ്ങളായ പേജുകളിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കഴുകലിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു വലിയ വിളിയാണ് പൗരോഹിത്യ വിളിയെന്ന് ദൈവവചനത്തിലൂടെ, വെളിപ്പെടുത്തപ്പെട്ട വചനത്തിലൂടെ പ്രകടമാക്കുമ്പോൾ സഭയുടെ ആരാധനാക്രമത്തിലും സഭയുടെ പാരമ്പര്യത്തിലൂടെയും കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധിയിലേക്കുള്ള ഒരു ശുശ്രൂഷയാണ്. മാത്രമല്ല വിശുദ്ധീകരണത്തിനുള്ള ശുശ്രൂഷയുമാണ്. ഈ വിശുദ്ധീകരണ കർമ്മം അതാണ് പൗരോഹിത്യ ജീവിതത്തിൻ്റെ പ്രധാനവുമായ ദൗത്യം. ജനത്തെ തങ്ങളുടെ പാപത്തിൽ നിന്നും തങ്ങളുടെ കറകളിൽ നിന്നും കഴുകി വിശുദ്ധീകരിക്കുക, തന്നെ കഴുകി വിശുദ്ധീകരിക്കുക. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ കഴുകി വിശുദ്ധീകരിച്ച് ഇങ്ങനെ പുതിയ സൃഷ്ടിയാക്കുമ്പോൾ ദൈവം പറയും, ഈ ആലയത്തിൻ്റെ മഹത്വം ഞാൻ പൂർവ്വ മഹത്വത്തെക്കാൾ ശ്രേഷ്ഠമാക്കും. അതാണ് നമ്മൾ കാണുന്നത്. കഴുകി വിശുദ്ധീകരിക്കുമ്പോൾ കുർബാനയിലൂടെ, കുമ്പസാരം എന്ന കുദാശ പ്രത്യേകിച്ച് കഴുകലിൻ്റെ ശുശ്രൂഷയാണ്, വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷയാണ്. ഈ കുമ്പസാരക്കൂട്ടിൽ വന്ന് കുമ്പസാരം നടത്തിയ, നന്നായിട്ട് ഒരുങ്ങി വിശ്വാസത്തോടെ കുമ്പസാരിച്ച, വേണ്ട വിധത്തിൽ യോഗ്യതയോടെ കുമ്പസാരിച്ച, കുമ്പസാരത്തിൻ്റെ എന്ന കുദാശയുടെ കടമകളെല്ലാം നിർവഹിച്ചുകൊണ്ട് കുമ്പസാരിച്ച ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും നമുക്ക് വ്യക്തമായിട്ട് അയാളുടെ സ്വരം കേൾക്കാൻ പറ്റും. ആ വ്യക്തി പറയും, എനിക്ക് വലിയ ആനന്ദമാണ്, എനിക്ക് വലിയ ആശ്വാസമാണ്, എനിക്ക് വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം എന്താ? ഈ ആലയത്തിൻ്റെ സ്ഥിതി പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമാക്കി. അപ്പോൾ ജനത്തെ, ലോകത്തെ, ഈ പ്രപഞ്ചത്തെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട ഒരവസ്ഥയിലേക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക്, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ദൈവത്തിൻ്റെ ധന്യതയിലേക്ക്, മഹത്വത്തിലേക്ക് നയിക്കുക, അവരുടെ ഹൃദയങ്ങളെ അങ്ങനെ വിശുദ്ധിയിൽ പ്രകാശിപ്പിക്കുക. അതാണ് പൗരോഹിത്യ ധർമ്മം. അപ്പോൾ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയും, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വചനത്തിൽ പറയുന്നതാണ്. അപ്പോൾ വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പുരോഹിത ധർമ്മം എന്ന് പറയുന്നത്? പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവജനത്തിന് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നത് ശുശ്രൂഷയാണ്.
ദൈവത്തെ ദർശിക്കാൻ പറ്റുക, ദൈവത്തെ സ്പർശിക്കാൻ പറ്റുക, ദൈവത്തെ അനുഭവിക്കാൻ പറ്റുക, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം സമസ്ത മേഖലകളിലൂടെയും സമസ്ത ഇന്ദ്രിയങ്ങളിലൂടെയും നുകരാനായിട്ട് ദൈവജനത്തെ കഴുകുക, വിശുദ്ധീകരിക്കുക. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു, അവർ ദൈവത്തെ കാണും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ഒരു വ്യക്തി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പറഞ്ഞതാണ്. അദ്ദേഹം വളരെ ഒരു പാപകരമായ ജീവിതം, അത് പറയാനും അദ്ദേഹത്തിന് മടിയൊന്നുമില്ല, വളരെ പാപകരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പല അർത്ഥത്തിൽ. അതെല്ലാം കഴിഞ്ഞ് ഈ മനുഷ്യൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രദേശത്ത് ആ സ്ഥലത്ത് വന്നതാണ്. അവിടെ വന്നപ്പോൾ ഈ കഴുകലിൻ്റെ കുദാശയെക്കുറിച്ചാണ് അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നത്. സുവിശേഷം കേൾക്കാൻ വന്നതല്ല, പക്ഷെ വഴിക്കൂടെ പോയപ്പോൾ അന്ന് ആ പബ്ലിക് ഗ്രൗണ്ടിൽ ദൈവവചന ശുശ്രൂഷ നടക്കുന്നുണ്ടായിരുന്നു, കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു, കുമ്പസാരത്തെക്കുറിച്ചുള്ള ടോക്ക് കേൾക്കുകയായിരുന്നു. ആ കുമ്പസാരത്തെക്കുറിച്ചുള്ള ധ്യാനം അദ്ദേഹം വെറുതെ രസത്തിന് ഇതെന്താണെന്ന് അറിയാനായിട്ട് ഈ ഗ്രൗണ്ടിൽ കയറിയ ആളാണ്. കുമ്പസാരത്തെക്കുറിച്ചുള്ള ഈ ധ്യാനപ്രസംഗം കേട്ട് ആ മനുഷ്യന് കുമ്പസാരം ഇത്ര മഹത്വമുള്ളതാണല്ലോ, കഴുകൽ വിശുദ്ധീകരണത്തിൻ്റെ കൂദാശ ഇത്ര ശ്രേഷ്ഠമാണല്ലോ എന്ന ചിന്ത വരികയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ കെട്ടുകല്യാണത്തിന്, ക്രിസ്ത്യാനിയായിരുന്നു കേട്ടോ, എൻ്റെ കെട്ടുകല്യാണത്തിന് കുമ്പസാരിച്ചതാണ്. അതിനുശേഷം എനിക്ക് പള്ളിയോടും പട്ടക്കാരോടും ഒന്നും വലിയ താല്പര്യമില്ലാതായി. കാരണം അദ്ദേഹം ചെന്നപ്പെട്ടത് ഒരു നിരീശ്വര പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങൾ മുറ്റിയ ഒരു കമ്പനിയിലാണ്, എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തും ഒരു സാഹചര്യത്തിലും ഒക്കെയാണ്. അവരുടെ ഈ വാക്കുകളെല്ലാം കേട്ട് ഇതൊക്കെ വെറും ജ്വൽപ്പനങ്ങളാണ് എന്ന ചിന്ത ഈ മനുഷ്യനെ അലട്ടുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഈ കുമ്പസാരം എന്ന കുദാശയെക്കുറിച്ചുള്ള പ്രബോധനം സവിസ്തരം ശ്രമിച്ച മനുഷ്യൻ അദ്ദേഹം പറയുക, ഞാൻ അവിടെ ഇരുന്ന് തന്നെ അവസാനമായപ്പോഴേക്കും എൻ്റെ ചങ്ക് വിങ്ങിപ്പൊട്ടാൻ തുടങ്ങിയച്ചാ, എൻ്റെ കണ്ണിക്കിടെ ഞാൻ അറിയാതെ കണ്ണീരടർന്നുകൊണ്ടിരുന്നച്ചാ, ഞാൻ അന്ന് തന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു കുമ്പസാരിച്ചു. എല്ലാ പാപങ്ങളെക്കുറിച്ചും ഞാൻ ഏറ്റുപറഞ്ഞു. എനിക്ക് കുമ്പസാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു, എങ്കിലും ഈ കേൾവിയിൽ നിന്ന് എൻ്റെ ഓർമ്മ പുതുക്കി ഞാൻ കുമ്പസാരിച്ചു. അച്ഛാ, എനിക്ക് അന്ന് മുതൽ ഇന്നോളം എന്തെന്നില്ലാത്തൊരു സുഖമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വർഷങ്ങളായിട്ട് ആ മനുഷ്യൻ്റെ ഈ കഴുത്തിന് പെയിനായിരുന്നു. ഒത്തിരി ചികിത്സകൾ ചെയ്തതാണ്. ഈ കഴുത്തിൻ്റെ വേദന, തലയുടെ ഭാരം, ഇത് രണ്ടും അദ്ദേഹം പറയുകയാണ്, എന്നിൽ നിന്നും കർത്താവ് എടുത്തു മാറ്റി. എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തി. അതിനുശേഷം പറയുക, അച്ഛാ, ഞാൻ കുമ്പസാരം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും അവിടെ നടന്നത് തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനയായിരുന്നു. ഞാൻ ആ കുർബാനയിലേക്ക് കണ്ണുനീരോടെയാണ് അച്ഛാ നോക്കിക്കൊണ്ടിരുന്നത്. ആ കുർബാനയിലേക്ക്, കാരണം എത്രയോ കാലമായി അച്ഛാ ഞാൻ കർത്താവിനെ ഉപേക്ഷിച്ചിട്ട്, എത്രയോ കാലമായി അച്ഛാ ഞാൻ എൻ്റെ ഈശോയെ ഉപേക്ഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. അതെല്ലാം ഓർത്തപ്പോൾ ഞാൻ പണ്ട് നല്ല കൊച്ചായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു, ഇങ്ങനെ നിരീശ്വര പ്രസ്ഥാനത്തിൻ്റെ കൂടെ പോയി എങ്ങനെയൊക്കെ സംഭവിച്ചത് അച്ഛാ, അതുകൊണ്ട് എനിക്ക് അതെല്ലാം ഓർത്തോർത്ത് വിഷമമായി. ഞാനിങ്ങനെ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുക, എൻ്റെ അച്ഛാ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈശോ, ആ തിരുവോസ് ഈശോയുടെ മുഖം ഞാൻ കണ്ടു. ഈശോ എൻ്റെ നേരെ നോക്കി ചിരിച്ചു. അദ്ദേഹം പറയുക, ഈശോ എൻ്റെ നേരെ നോക്കി ചിരിച്ചെന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം പറയുന്നു, അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കിടിലം കൊണ്ടു. ഒരു എന്താ പറയുക, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഈ ഇക്കിളി കൂട്ടുന്ന പോലെ ഒരനുഭവമായിരുന്നു. എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും ഒക്കെ ഇക്കിളി കൂട്ടുന്ന പോലെ ഒരനുഭവമായിരുന്നു. എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ മുഖത്ത് ആ പ്രകാശം, എൻ്റെ ഉള്ളിൽ ആ ജ്വലനവും എൻ്റെ മുഖത്ത് ആ പ്രകാശവും ഒക്കെ നിറഞ്ഞു നിൽപ്പുണ്ടച്ചാ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആരാണ് പുരോഹിതൻ? ദൈവജനത്തെ കഴുകി വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ തിരുമുഖ ദർശനത്തിന് അവരെ പ്രാപ്തരാക്കുന്ന വ്യക്തികളാണ് പുരോഹിതർ. പൗരോഹിത്യ ധർമ്മം അതാണ്. കർത്താവ് പുരോഹിതരെ വിളിച്ചിരിക്കുന്നത് അതാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത് തന്നെ, നിങ്ങൾ പുരോഹിതരുടെ അടുത്തേക്ക് കടന്നു ചെല്ലണം. നിങ്ങൾ അശുദ്ധരായെങ്കിൽ, നിങ്ങൾ പാപികളായെങ്കിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കൾ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ തന്നെ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ അശുദ്ധരായെങ്കിൽ കർത്താവ് പറയുന്നു,
നിങ്ങൾ പുരോഹിതരുടെ പക്കൽ കടന്നു ചെല്ലണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുകയും അമ്മ പ്രസവാനന്തരം നമ്മൾ കാണുന്നുണ്ട്, അമ്മ ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുകയാണ്. എന്തിനാണ്? കാഴ്ച അർപ്പിക്കാൻ, കുഞ്ഞിനെ കാഴ്ച അർപ്പിക്കുവാനും വിശുദ്ധീകരണത്തിനും വേണ്ടി. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറുസലേമിലേക്ക് പോയി. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന അമ്മ, ആ അമ്മ അവിടെ വിശുദ്ധീകരണ കർമ്മത്തിന് തന്നെ യോഗ്യയാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മെ വിളിക്കുന്നത്, കർത്താവ് ഓരോ പുരോഹിതരെയും വിളിച്ചിരിക്കുന്നത് ദൈവജനത്തെ കഴുകി വിശുദ്ധീകരിക്കുവാനാണ്. കഴുകി വിശുദ്ധീകരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ണുകൾ തുറക്കുകയാണ്. സാവൂളിൻ്റെ കഥയോർത്ത് നോക്കുകേ. സാവൂളിൻ്റെ കണ്ണിൽ വാസ്തവത്തിൽ ഇരുട്ടായിരുന്നു. അവൻ നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നുണ്ട്. പക്ഷെ അവനിൽ ലോകത്തിൻ്റെ ഇരുട്ടുണ്ടായിരുന്നു, അഥവാ ദൈവത്തിൻ്റെ വെളിച്ചമുണ്ടായിരുന്നില്ല. ആ സാവൂളിനെ പുരോഹിതൻ അനനിയാസ്, ദൈവം അയച്ച ദൈവപുരുഷൻ, കണ്ട് തൊട്ട് സ്പർശിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? അവൻ്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ അടർന്നു വീണു. അവൻ കാഴ്ചയുള്ളവനായി എന്നാണല്ലോ വായിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ മേഖലകളിൽ നമ്മൾ അറിയാണ്ട് ഈ തിന്മയുടെ സ്വാധീനം കെട്ടിക്കിടപ്പുണ്ട്. അശുദ്ധിയുടെ, അധർമ്മത്തിൻ്റെ, അനീതിയുടെയൊക്കെ ബന്ധനങ്ങളുണ്ട്. ഇത് ഉള്ളിടത്തോളം കാലം നമ്മൾ മുക്തരല്ല. നമുക്ക് ആത്മാവിൻ്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല, ജീവിതത്തിൻ്റെ സന്തോഷം നുകരാൻ പറ്റില്ല, ജീവിതം നല്ലതാണ്, സൗന്ദര്യമുള്ളതാണെന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തു ചെയ്യും? പുരോഹിതൻ്റെ പക്കലേക്ക് പോകാനാണ് കർത്താവ് പറയുന്നത്. അവർ നിങ്ങളുടെ മേൽ കൈവയ്ക്കട്ടെ, അവർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ എൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരം ദൈവജനത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തിലേക്ക് പടുത്തുയർത്തുക, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കുക, അതാണ് പുരോഹിതരുടെ വിളിയും നിയോഗവും. 2 കൊറിന്ത്യസ് 10:8 13:10 അപ്പസ്തോലൻ പറയുന്ന സവിശേഷമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, പൗരോഹിത്യ വിളി എന്ന് പറയുന്നത് ഈ പടുത്തുയർത്തലിൻ്റെ വിശുദ്ധിയുടെ വിളിയാണെന്നാണ്. അതിപ്രകാരമാണ്. ഞാൻ വായിക്കാം. 10-ാം അധ്യായത്തിൽ 10-ാം അധ്യായം 8-ാം വാക്യം, അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. അപ്പോൾ ദൈവജനത്തിൻ്റെ പാപം അത് അവരെ പാപത്തിലേക്കും അശുദ്ധിയിലേക്കും നയിച്ചു. അവർ പാപം ചെയ്തു. പൗലോസ്ലീഹ എഫേസ്യർക്ക് ലേഖനത്തിൽ പറയും, ദൈവമായ കർത്താവിലേക്ക് നാം എല്ലാവിധത്തിലും വളരേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ വീണ്ടും പറയും, എനിക്ക് ദൈവം അധികാരം നൽകിയിരിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കുവാനല്ല, പടുത്തുയർത്തുവാനാണ്. പുരോഹിതന് ദൈവം കൃപകളും വരങ്ങളും ദാനങ്ങളും നൽകിയിരിക്കുന്നത് ദൈവജനത്തെ പടുത്തുയർത്തുവാനാണ്. എങ്ങനെ? വിശുദ്ധിയിൽ പടുത്തുയർത്തുവാൻ. 2 കൊറിന്ത്യസ് 10:8 പറയുന്നതാണ്, നിങ്ങളെ പടുത്തുയർത്തുവാനാണ്, നശിപ്പിക്കുവാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. നിങ്ങളെ പടുത്തുയർത്തുവാനാണ്, വളർത്തിയെടുക്കുവാനാണ്, ദൈവത്തോളം ഉയർത്തുവാനാണ് കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കുവാനാണ്. വീണ്ടും പറയുന്നതാണ് 2 കൊറിന്ത്യസ് 11:10 നശിപ്പിക്കുവാനല്ല, വളർത്തിയെടുക്കുവാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വൈദികരെ, നമ്മൾ ഒരു കാര്യം ഓർക്കണം. ദൈവം നമ്മളെ വിളിച്ചത്, ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ദൈവജനത്തെ കൂദാശകളിലൂടെയും വചനത്തിലൂടെയും നയിക്കുവാനാണ്. ഈശോ പറഞ്ഞല്ലോ യോഹന്നാന്റെ സുവിശേഷം 15:3, ഞാൻ പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ നമ്മൾ വചനം പറയുമ്പോൾ, നമ്മൾ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ ദൈവജനത്തിലേക്ക് പരന്നൊഴുകുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. ഈശോ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 16-17 വാക്യത്തിൽ പറഞ്ഞു, പിതാവേ, സത്യത്തിൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനമാണല്ലോ സത്യം. അപ്പോൾ ഈ സത്യത്തിൻ്റെ വിശുദ്ധീകരണം, സത്യത്തിലൂടെയുള്ള, വചനത്തിലൂടെയുള്ള, നമ്മുടെ സ്നേഹത്തിലൂടെയുള്ള, നമ്മുടെ കുദാശ പരികർമ്മത്തിലൂടെയുള്ള ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണം, ആ വിശുദ്ധീകരണം നാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും വിശുദ്ധി പ്രാപിക്കും. നമ്മളും ദൈവജനത്തിൻ്റെ വിശുദ്ധിയിൽ പങ്കുപറ്റുന്നവരാവും. നമുക്കും സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ പക്കലേക്ക് വളരുവാനും
പിതാവിൽ ലയിക്കുവാനും സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പരിശുദ്ധനാവുന്നു. നമുക്കോർക്കാം വീണ്ടും വീണ്ടും, ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, അമർത്തനെ നീ പരിശുദ്ധൻ. കുർബാന കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അത് വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ പരിശുദ്ധി കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ, നിന്റെ വിശുദ്ധി കൊണ്ട് നിന്റെ ജനത്തെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്നും പാപത്തിൻ്റെ ഭാരവും അശുദ്ധിയും അധർമ്മവുമെല്ലാം തിരുനാമത്തിൻ്റെ ശക്തിയാൽ വിട്ടുപോകട്ടെ. ദൈവമേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. നിത്യപുരോഹിതനായ ഈശോ അവിടുത്തെ കഴുകലിൻ്റെ ശുശ്രൂഷ, വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷ അത് സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ. ദൈവജനത്തെ, സഭാഗാത്രത്തെ മുഴുവൻ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധിയുടെ പരിമളമായി സൗരഭ്യമായി സ്ലീഹന്മാർ മാറിയതുപോലെ, വിശുദ്ധർ തീർന്നതുപോലെ ഞങ്ങളും ദൈവസന്നിധിയിൽ, നിന്റെ സന്നിധിയിലും ലോകത്തിലും പരിമളമായി സൗരഭ്യമായി ആ സൗരഭ്യത്തിലേക്ക്, പരിമളത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് ദൈവജനത്തെ നയിക്കുന്നവരായി, അങ്ങനെ ദൈവജനത്തിന് അവിടുത്തെ തിരുമുഖം കാണിച്ചു കൊടുക്കുന്നവരായി തീരുവാൻ ഇടയാക്കണമേ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ മഹത്വം, ആരാധന. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ സ്തോത്രം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. വെബ്സൈറ്റ്